തെരഞ്ഞെടുപ്പിന് തലേദിവസം കോഴിക്കോട് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ബി.ജെ.പി. പ്രവർത്തകനെതിരെ കേസ്. തിരുവമ്പാടി സ്വദേശി കാനാട് രഘുലാലിനെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വസ്ത്രമെത്തിച്ചെന്നാണ് എഫ്ഐആർ. സിപിഐഎമ്മിന്റെ പരാതിയിലാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഏത് തരത്തിലുള്ള നടപടിയാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? ക്രിസ്റ്റിന, ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിച്ചാണ് നിലവിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാനാട്ട് രഘുലാൽ എന്ന ബി.ജെ.പി. പ്രവർത്തകനെതിരെയാണ് കേസ്. ഈ സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ്. ഫ്ലൈയിങ് സ്ക്വാഡാണ് ഈ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് വലിയ അളവിൽ തുണിത്തരങ്ങൾ പിടികൂടിയത്. പിന്നാലെ തിരുവമ്പാടി പോലീസിനെ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് വിവരമറിയിക്കുകയും ഈ വസ്ത്രങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് കോടതിയെ അറിയിക്കുകയും കോടതി നിർദ്ദേശപ്രകാരം നിലവിൽ തിരുവമ്പാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ എഫ്ഐആറിൽ പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിനാണ് ഈ വസ്ത്രങ്ങൾ എത്തിച്ചത്. അത് വോട്ടർമാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഈ ബി.ജെ.പി. പ്രവർത്തകൻ എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ തിരുവമ്പാടി ഉൾപ്പെടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. നേരത്തെയും ഈ കിറ്റ് വിതരണത്തിലടക്കം ബി.ജെ.പി. വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായ ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതിനാൽ തന്നെ അത് ഒരു ആയുധമാക്കിക്കൊണ്ട് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു പരാതിയിലാണ് നിലവിൽ തിരുവമ്പാടി പോലീസ് ബി.ജെ.പി. പ്രവർത്തകനായ കാനാട്ട് രഘുലാലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.